വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധിയുണ്ടാകും. IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ എന്നിവരുടെ ഹർജിയിൽ കൽപ്പറ്റ സെഷൻസ് കോടതിയാണ് വിധി പറയുക. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു തത്സമയം. പറയൂ സുർജിത്ത്. SKN കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നത്. ഇന്ന് 11 മണിയോടുകൂടി കോടതി ചേരും. ഇതിനുശേഷമാകും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് IC ബാലകൃഷ്ണൻ MLA, ND അപ്പച്ചൻ DCC പ്രസിഡന്റ്, മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള KK ഗോപിനാഥൻ എന്നിവരെ പ്രതി ചേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് നേരത്തെ അന്വേഷിച്ചിരുന്നത്. ഇപ്പോൾ നിലവിൽ ക്രൈംബ്രാഞ്ചിന് കേസ് അന്വേഷണം കൈമാറിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ വാദിച്ചത് കൃത്യമായ രീതിയിൽ തന്നെ ഉള്ള തെളിവാണ് ഈ ആത്മഹത്യാ കുറിപ്പ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെടും. മാത്രമല്ല ചില ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പ്രതികൾക്കെതിരായ കുറ്റകൃത്യം നിലനിൽക്കും എന്നുള്ള തരത്തിലുള്ള വാദമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. എന്നാൽ അതേസമയം ഇത് ആത്മഹത്യാ കുറിപ്പല്ല, കത്തുകളാണ്, നേരത്തെ എഴുതിയ കത്തുകളാണെന്നുൾപ്പെടെയുള്ള ആക്ഷേപം. അതായത് KPC പ്രസിഡന്റിനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനും അയച്ച കത്തുകൾ നേരത്തെ തയ്യാറാക്കിയ കത്തുകളാണ്, വർഷങ്ങൾക്ക് പഴക്കമുള്ള കത്തുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കില്ല. കുടുംബ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടാനുള്ള കാരണം കുടുംബ പ്രശ്നമാണെന്നുള്ള വാദം ഈ പ്രതിഭാഗവും ഉന്നയിച്ചു. എന്തായാലും കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വാദം പൂർത്തിയായത്. ഇതിനുശേഷം ഇന്ന് വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഇതിനുശേഷം ഏതാനും നാളുകളായി കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഈ വയനാട്ടിലേക്ക് എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു.